ചിക്കൻ്റെ രണ്ട് ഭാഗവും ഓൾമോസ്റ്റ് മീഡിയം ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടുന്ന വരെ ഇത് കുക്ക് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരിക്കലും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മസാല നേരത്തെ ആക്കി വെച്ച ചിക്കൻ പീസസിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസസ് നമ്മൾ പറിച്ചെടുത്തപ്പോൾ വലിയ പീസാണെങ്കിൽ അത് ചെറുതാക്കാൻ മറന്നു പോകരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തതാണ്, ബ്രെഡ് ക്രംസ് വേണം, നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല, പിന്നെ അതുപോലെ തന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കാല്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മസാലയിൽ നിന്ന് ഒരു ചെറിയ ബോൾ പോലെ എടുക്കുക. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ട് കൈയിൻ്റെ ഉള്ളം കൈയിൽ പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ചിക്കൻ്റെ കാലുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ അമർത്തി ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒരു ചിക്കൻ്റെ ലെഗ് പോലെ തന്നെ ഉണ്ടാവും. ഈ ഒരു ഷേപ്പിലായതിനു ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ബ്രെഡ് ക്രംസും എല്ലാ സൈഡിലും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ലെഗ് പീസസിലും മസാല ബോളാക്കി എടുത്തതിന് ശേഷം കൈവച്ചൊന്ന് പരത്തിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് എല്ലാ സൈഡിലും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതാണ് എല്ലാത്തിലും നമ്മൾ ഈ ഒരു പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടേ. അതിനായിട്ടൊരു പാൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ എടുക്കണം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ എണ്ണയുടെ ചൂട് എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. അധികം ഹൈ ഫ്ലെയിമിലും ആവരുത്, ലോ ഫ്ലെയിമിലും ആവരുത്. ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണ ചൂടാവും. അപ്പോൾ നമ്മുടെ ഈ ആക്കി വെച്ച ഷേപ്പൊക്കെ പറഞ്ഞു പോകും. ലോ ഫ്ലെയിം ആയിക്കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ഒരു മീഡിയം ചൂടുമായിരിക്കണം ഇത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ആ സമയത്ത് ഈ ഒരു കളറിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഡ്രംസ്റ്റിക് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു ഫ്ലവർ മോഡലിലാണ് ഇത് പ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. 6 ചിക്കൻ ലെഗ് പീസസ് ആണ് ഉള്ളത്.
അത് ഇങ്ങനെ ഒരു ഫ്ലവർ മോഡലിൽ വെച്ച് നടുക്ക് ഒരു കെച്ചപ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കെച്ചപ്പ് വെച്ചിട്ടുള്ളത് നമ്മുടെ എഗ്ഗ് മുട്ട പൊട്ടിച്ചതിൻ്റെ ബാക്കിയുള്ള എഗ്ഗിൻ്റെ ഷെല്ലുണ്ടല്ലോ അതിലാണ് കെച്ചപ്പ് കുറച്ചാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എനിക്ക് ഉറപ്പാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ അടുക്കളക്കൂട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്